നമസ്കാരം. ഇപ്പോൾ T20 ലോകകപ്പ് 2020 ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെമി ഫൈനൽ സ്റ്റേജസ് ആയിട്ടുണ്ട്. ക്രിക്കറ്റിനെ പിന്തുടരുന്ന എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം അഫ്ഗാനിസ്ഥാൻ എന്നുള്ള ടീം സെമിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കടക്കും മുമ്പ് ഈ ലോകകപ്പിനെ കുറിച്ച് ഒരു വാക്ക്. ഇതെനിക്ക് ഇതുവരെയുള്ള ഈ കളികൾ വെച്ചിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ലോകകപ്പായിരുന്നു. ഒന്നാമത്തെ കാരണം ഇത് ഒരു റൺ ഫീസ്റ്റ് ആയിരുന്നില്ല ഈ ലോകകപ്പിൽ ഉണ്ടായിരുന്നത്. ബൗളർമാർക്ക് കൂടി വളരെയധികം സഹായകരമായ പിച്ചുകൾ ഉണ്ടായിരുന്നു. കുറേയൊക്കെ റിലേറ്റീവ്ലി ലോ സ്കോറിംഗ് മാച്ചസ് ഉണ്ടായിരുന്നു. ക്രിക്കറ്റിൽ അതുകൂടി തീർച്ചയായിട്ടും വേണം. കാര്യം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന, ക്രിക്കറ്റ് കുറേ നാളുകളായി കാണുന്ന ഒരാളെന്ന നിലയിൽ ബാറ്റ്സ്മാൻമാർക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് എളുപ്പമുള്ള കാര്യങ്ങൾ കൂടുന്നു. വളരെയധികം ബാറ്റ്സ്മാൻമാർക്ക് മാത്രം അനുകൂലമായി മാറുന്നു എന്നൊരു പരാതി എനിക്കുണ്ട്. ഈ കഴിഞ്ഞ IPL കൂടി നമ്മളത് കണ്ടു. 200-ന് മുകളിലുള്ള സ്കോറുകൾ വളരെ എളുപ്പം സ്കോർ ചെയ്യപ്പെടുന്നു. അതിനൊരു മാറ്റം ഈ ലോകകപ്പിൽ ഉണ്ടായി. ക്രിക്കറ്റ് ഷുഡ് ബി കോൺടെസ്റ്റ് ബിറ്റ്വീൻ ബാറ്റ് ആൻഡ് ബോൾ. അത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ഈ ലോകകപ്പ് സഹായകരമായി എന്നുള്ളതിനാൽ ഈ ലോകകപ്പ് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് പുതിയ ടീമുകൾക്ക് അവസരം കൊടുത്തു. T20 പോലൊരു ഫോമാറ്റിൽ തന്നെയാണ് നമുക്കതിന് കഴിയുക. കൂടുതൽ പേരിലേക്ക്, കൂടുതൽ രാജ്യങ്ങളിലേക്ക് ക്രിക്കറ്റ് എന്ന കളിയെ എത്തിക്കാൻ T20 നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ആ ഒരു അവസരത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം വിജയകരമായി എന്നുള്ളത് നമുക്ക് വരും കാലങ്ങളിൽ അറിയുള്ളൂ. എങ്കിലും ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നത് നല്ലതാണ്. ഓക്കെ, ഇനി അഫ്ഗാനിസ്ഥാനെ കുറിച്ച്. ഇവിടെ ആദ്യമായിട്ട് ഫീലിംഗ് ഗുഡ് ഫോർ ദം. അവർ നല്ലൊരു ടീമാണ്. എനിക്ക് വ്യക്തിപരമായിട്ടും ഇഷ്ടപ്പെട്ട കളിക്കാരുണ്ട് അതിൽ. റഷീദ് ഖാനെ പോലെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള കളിക്കാരുണ്ട്. പിന്നെ അപ്പോൾ അവർ സെമിയിലെത്തിയതിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഇനി ഇതിൽ കുറച്ചൊരു പൊളിറ്റിക്കലി കുറച്ച് കാര്യങ്ങൾ. ഇവിടെയും ഞാൻ പറയാറുള്ള പോലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളില്ല. ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ് ചോദിക്കപ്പെടുന്നത്. പക്ഷേ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുക തന്നെ വേണം. ഉത്തരങ്ങൾ കിട്ടാം, കിട്ടാതിരിക്കാം. ചിലപ്പോൾ വ്യക്തമായ ഉത്തരങ്ങൾ ഇല്ലായിരിക്കാം. എന്നാലും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. കാര്യം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അത് നമ്മളെ കൺസേൺ ചെയ്യുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇവിടെ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ തോൽപ്പിച്ചതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു പത്രസമ്മേളനത്തിൽ. റഷീദ് ഖാൻ, അഫ്ഗാനിസ്ഥാൻ താരം, അദ്ദേഹത്തോട് ബൈലാറ്ററൽ സീരീസ് അഫ്ഗാനിസ്ഥാനുമായിട്ട് കളിക്കാൻ നിശ്ചയിച്ചിരുന്നത് 2 തവണ ഓസ്ട്രേലിയ അത് മാറ്റിവെച്ചു. ഞങ്ങൾക്ക് കളിക്കാൻ കഴിയില്ല. കാരണം അഫ്ഗാനിസ്ഥാനിൽ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഒരുപാട് നടക്കുന്നുണ്ട്, എസ്പെഷ്യലി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ. അത് വല്ലാതെ അങ്ങ് മോശമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു അവസരത്തിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവർ ആ സീരീസിൽ നിന്ന് പിന്മാറി. ഓസ്ട്രേലിയയിൽ നടക്കാനിരുന്ന മത്സരമാണ്. പക്ഷേ ICC ടൂർണമെൻറ്റുകളിൽ നമുക്ക് അങ്ങനെ മാറാൻ കഴിയില്ല. അതുകൊണ്ട് ICC ടൂർണമെൻറ്റിൽ കളിക്കേണ്ടി വന്നു. അപ്പോൾ ഓസ്ട്രേലിയയുടെ ഈ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ചർച്ചയിൽ വന്നത്. ഇവിടെ 2 ചിന്താഗതിയുണ്ട്. ഒന്നാമതായിട്ട് ഒരു ക്രിക്കറ്റിനെ ഒരു സ്പോർട്ടായിട്ട് മാത്രം കാണുക, അതിനെ പൊളിറ്റിക്സുമായിട്ടോ രാജ്യത്തിൻ്റെ മറ്റ് കാര്യങ്ങളുമായിട്ടോ മിക്സ് ചെയ്ത് കാണാതിരിക്കുക. പിന്നെ ഡയറക്റ്റ്ലി ക്രിക്കറ്റ് എന്ന സ്പോർട്സ് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും സ്വയം എക്സ്പ്രസ് ചെയ്യാനും അവസരങ്ങൾ വളരെ വളരെ കുറഞ്ഞൊരു ജനവിഭാഗമാണ് അഫ്ഗാനിസ്ഥാനിൽ. താലിബാൻ എന്നുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് ഭരണകൂടമാണ് അവിടെ ഭരിക്കുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം അതിദയനീയമാണ്. പുരുഷന്മാർക്ക് പോലും തങ്ങൾക്ക് സ്പോർട്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്രത്തോളം പേഴ്സസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ചിന്തനീയമായ കാര്യമാണ്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു ജനതയ്ക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനുമുള്ള വളരെ ചുരുക്കം അവസരങ്ങളിൽ ഒന്നാണ് ക്രിക്കറ്റ്. ആ ഒരു അവസരം കൂടി അവർക്ക് നിഷേധിക്കുന്നത് ശരിയല്ല. സോ താലിബാൻ എന്നുള്ള റെജിമിനുമായിട്ട് എത്രയെത്ര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ക്രിക്കറ്റ് എന്നുള്ള സ്പോർട്സിനെ നമ്മൾ അതിൽ നിന്ന് മാറ്റി നിർത്തണം. ടാലൻറ്റഡ് ആയിട്ടുള്ള, ഡിസേർവിംഗ് ആയിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് കളിക്കാനുള്ള അവസരങ്ങൾ മറ്റേതൊരു ടീമിനെയും പോലെ നൽകണം എന്നുള്ളതാണ് ഒരു ചിന്താഗതി. ഈ ഒരു ക്രിക്കറ്റ് ടീമിൽ ആരും നേരിട്ട് ഈ പറയുന്ന ഭരണകൂടത്തിൻ്റെ ഭാഗമോ ഒന്നുമല്ല. അവർ ആ രാജ്യത്ത് ജീവിക്കേണ്ടി വന്നു, ജനിക്കേണ്ടി വന്നു, ജീവിക്കേണ്ടി വന്നു. അത് അവരുടെ തെറ്റല്ല. അപ്പോൾ അവരുടേതല്ലാത്തൊരു തെറ്റിന് അവർ സഫർ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ടാലൻ്റ് ആയിട്ടുള്ള കളിക്കാർക്ക് ക്രിക്കറ്റ് ഇല്ലെങ്കിൽ കളിക്കാൻ പറ്റില്ല. അവരുടെ ടാലൻറ്റ് വേസ്റ്റ് ആയി പോകും. റഷീദ് ഖാനെ പോലുള്ള ആൾക്കാരെ നമ്മൾ മിസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവരെ ക്രിക്കറ്റ് കളിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ്. ബൈലാറ്ററൽ സീരീസിൽ നിന്നാണെങ്കിൽ പോലും പിന്മാറരുത് എന്നുള്ളതാണ് ഒരു ചിന്താഗതി. രണ്ടാമത്തെ ചിന്താഗതി, ഒരു മേഖലയും, അതിപ്പോൾ ക്രിക്കറ്റ് ആവാം, ആർട്സ് ആവാം, ഒന്നിനെയും തന്നെ നമുക്കൊരു രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു പൊളിറ്റിക്സിൽ നിന്ന് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു രീതികളിൽ നിന്ന് മാറ്റി കാണാൻ കഴിയില്ല, അല്ലേ? ഏതൊരു വ്യക്തിയും, ഏതൊരു മേഖലയിലുള്ള ഒരാളും ഒരു വ്യക്തിയാണ് പ്രൈമറിലി. പിന്നെയാണ് അയാൾ അതത് മേഖലയിലെ ആളുകളാവുന്നത്. സ്പോർട്സ് താരമോ ആരോ ആയിക്കോട്ടെ. അപ്പോൾ ഇവരെ ക്രിക്കറ്റ് കളിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ, അഫ്ഗാൻ ടീമിന് ക്രിക്കറ്റ് കളിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ, അവരോട് കളിക്കുകയാണെങ്കിൽ അത് ശരിക്കും താലിബാൻ എന്നുള്ള ആ ഭരണകൂടത്തിൻ്റെ പൊളിറ്റിക്സിനോടൊരു സമരസപ്പെടുന്നതിന് തുല്യമാകും. അല്ലെങ്കിൽ അതൊന്നും വലിയ കുഴപ്പമില്ല, യു ക്യാൻ സ്റ്റിൽ പ്ലേ എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും അത് നൽകുക എന്നൊരു അഭിപ്രായമുണ്ട്. ഇവിടെ ഏതാണ് കൂടുതൽ ശരി എന്നുള്ളതാണ് ചോദ്യം. വ്യക്തമായിട്ടൊരു വിധി കൽപ്പിക്കാനൊന്നും ഞാൻ ആളല്ല. എങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്, അല്ലേ?
ഇവിടെ അഫ്ഗാനിസ്ഥാൻ ടീമിലെ അംഗങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് എന്താണ് പ്രസക്തി, എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നതും ചിന്തനീയമാണ് അല്ലേ? പിന്നെ ഓരോ വ്യക്തികളെ നിലനിർത്തി അല്ലല്ലോ നമുക്ക് ഇത്രയും ഉയർന്ന തലത്തിൽ തീരുമാനം എടുക്കേണ്ടത് അല്ലേ? അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ടീമിനെ കളിക്കാതിരുന്നാലും അത് താലിബാൻ എന്ന ഭരണകൂടത്തിന് കാര്യമായിട്ട് മാറ്റമൊന്നും വരുത്താൻ പോകുന്നില്ല. അവരുടെ ഒരു ലെവലിൽ ക്രിക്കറ്റ് എന്നുള്ളത് ഇറ്റ്സ് ജസ്റ്റ് എ പോൺ, ദേ ഡോണ്ട് ഈവൻ കെയർ എന്നുള്ളതാണ്. അപ്പോൾ കളിക്കാതിരുന്നാൽ ഈ കളിക്കാർക്കാണ് നഷ്ടം, ഭരണകൂടത്തിന് ഒരു നഷ്ടവും ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പോൾ പിന്നെ അഫ്ഗാനിസ്ഥാൻ ടീമിനോടുള്ളൊരു ഇഷ്ടം കൂടി ചേർത്ത് നോക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ കൂടുതലായിട്ട് അഫ്ഗാനിസ്ഥാനുമായി മത്സരങ്ങൾ കളിക്കാൻ തയ്യാറാവണം എന്ന് തന്നെയാണ് എനിക്ക് കൂടുതലായും പറയാൻ തോന്നുന്നത്. പക്ഷേ അതൊരു 100% ഉറച്ചൊരു അഭിപ്രായമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇങ്ങനെയൊക്കെ കളിക്കാൻ തയ്യാറാവുമ്പോഴും ഇത് ശരിയാണോ? ഒരു വിഭാഗം മനുഷ്യർ തീരെ മനുഷ്യരാണെന്നുള്ള പരിഗണന പോലും കിട്ടാതെ സ്ത്രീകൾ ജീവിക്കേണ്ടി വരുമ്പോൾ മറുഭാഗത്ത് നമ്മൾ ക്രിക്കറ്റ് പോലെ ഇറ്റ്സ് ഇവൻച്വലി സ്പോർട്സ് ഓളി അല്ലേ, ഒരു റിക്രിയേഷണൽ സ്പോർട്സ് മാത്രമാണ്, അത് കളിച്ചിരിക്കുന്നത് ശരിയാണോ എന്നുള്ള ചിന്തയുമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു സ്പോർട്സ് ഒരു കളിക്ക് മാത്രം കളിക്കാതിരിക്കുകയും ബാക്കി എല്ലാ ട്രേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഡസ് ഇറ്റ് മേക്ക് എനി മീനിങ്? ഇത് വെറും ഒരു സിംബോളിക് ജസ്റ്റർ മാത്രമായി ഒതുങ്ങുകയും ഒരു ഡിഫറൻസും ഉണ്ടാകാതിരിക്കുകയും ചെയ്യില്ലേ എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ ട്രേഡ് ഉൾപ്പെടെ വേറെ നേരിട്ട് ഭരണകൂടത്തെ ബാധിക്കുന്ന, അവരുടെ എക്കണോമി ബാധിക്കുന്ന കാര്യങ്ങളിലാണ് ഈ പറയുന്ന ഇടപാടുകൾ ഉള്ളതെങ്കിൽ അത് പിന്നെയും അവരെ മാറ്റി ചിന്തിക്കാൻ കുറച്ചെങ്കിലും പ്രേരിപ്പിച്ചേക്കും. പക്ഷേ ക്രിക്കറ്റ് അറ്റ് ദ മൊമെന്റ് ഈസ് നോട്ട് സ്ട്രോങ് ഇനഫ് ടു കമ്പൽ താലിബാൻ ഫോർ എനി സോർട്ട് ഓഫ് ചേഞ്ച് എന്നുള്ളത് ഒരു റിയാലിറ്റി തന്നെയാണ്. അവിടെയും ഡിഫറെൻറ്റ് ആശയങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം എൻ്റെ ചിന്തയിൽ വന്നത്, ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ കളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ പാകിസ്ഥാൻ എന്തുകൊണ്ട് കളിച്ചുകൂടാ എന്നൊരു ചിന്തയുണ്ട്. പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ തർക്കം ഒരു ഡിഫറെൻറ്റ് തിങ് ആണ്, അതൊരു ഡയറക്റ്റ് പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അപ്പോൾ അതിനെയും ഈ അഫ്ഗാനിസ്ഥാൻ ഇഷ്യൂവിനെയും ഒരുമിച്ച് കാണാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം സംശയങ്ങളുണ്ട്. എങ്കിലും ഈ വിഷയത്തിൽ ഇനിയും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് കേൾക്കുന്ന ആളുകളും ഡെഫിനറ്റ്ലി തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ തയ്യാറാവണം. ഇതിലൊരു വിധി കൽപ്പിക്കാൻ ഞാൻ മുതിരുന്നില്ല. എന്തായാലും അഫ്ഗാൻ ടീമിന് തീർച്ചയായിട്ടും ബെസ്റ്റ് വിഷസ് നേരുന്നു. പിന്നെ ഒരു കാര്യം കൂടി, താലിബാൻ എന്നുള്ളത് എത്രത്തോളം മനുഷ്യകുലത്തിന് തന്നെ ഒരു അപകടമാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. പല ഭാഗങ്ങളിലും ഉയർന്നു വരുന്ന സോഫ്റ്റ് താലിബാനിസത്തെ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ ഈ കാലത്തും സ്ത്രീകൾ ഒരു സമ്മാനം മേടിക്കാൻ സ്റ്റേജിൽ കയറുന്നത് പോലും ശരിയല്ല, അവർ പൊതുരംഗത്തേക്ക് വരാൻ പാടില്ല, അവർ ആഘോഷിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു DP പിക്ചർ പോലും ഇടാൻ പാടില്ല. അല്ലെ, ഇലക്ഷന് മത്സരിച്ച് കഴിഞ്ഞാൽ അവരുടെ മുഖം കാണിക്കാൻ പാടില്ല, പകരം ഒന്നുകിൽ ആ ഒരു ജസ്റ്റ് ഒരു പിക്ചർ അല്ലെങ്കിൽ പൂമ്പാറ്റിയുടെ എന്തെങ്കിലും പടങ്ങൾ. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിലുമുണ്ട്. ഇത്തരം സോഫ്റ്റ് താലിബാനിസത്തെ നമ്മൾ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കരുത്. അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ സഫറിങ് നമ്മളെ അത്രയെങ്കിലും മനസ്സിലാക്കിപ്പിക്കാൻ ഉതകണം എന്നുള്ളൊരു കാര്യം കൂടി ഇതിനോട് അവസാനമായിട്ട് ചേർക്കുന്നു. അപ്പോൾ ഈ അഫ്ഗാൻ വിഷയത്തെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുക, തങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയുക. ഇറ്റ്സ് എ ഗ്രേ ഏരിയ. അറിയില്ല, ചിന്താഗതികൾ മാറിക്കൊണ്ടേയിരിക്കാം. ചിലപ്പോൾ ഒരു വർഷത്തിന് ശേഷം എനിക്ക് ഒരു അഭിപ്രായമായിരിക്കില്ല. സ്റ്റിൽ I would like to think about it. I'm enabling you also to think about it. ഉത്തരങ്ങൾ പറയാം, കമൻറ്റുകൾ തീർച്ചയായിട്ടും പറയുക. ഈ വിഷയം കൂടുതൽ പേര് അഭിപ്രായം അറിയാൻ എനിക്ക് തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. എന്താണെങ്കിലും T20 ലോകകപ്പ് ഇനിയും ഒരാഴ്ച കൂടിയൊക്കെ ഉണ്ട്. ഇന്ത്യക്ക് വിജയിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു, എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.